നമുക്ക് സംസാര വൈകല്യങ്ങൾ, അതായത് സ്പീച്ച് ഡിസോർഡേഴ്സ് 4.4, അതിനെക്കുറിച്ച് കുറച്ചുകൂടി വലുതായിട്ടൊന്ന് നോക്കിയാലോ? ആവാം. സാധാരണ രീതിയിൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാണല്ലോ ഇത്. പൊതുവെ നമ്മുടെ മനസ്സിലുള്ള ഭാഷയെ നമ്മൾ ശബ്ദരൂപത്തിൽ പുറത്തേക്ക് പറയുന്നതിനെയാണല്ലോ സംസാരമെന്ന് വിളിക്കുന്നത്. അതെ. സ്പീച്ച് ഈസ് ദി വോക്കൽ അട്രൻസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയാം. ഇതിൽ പലതരം പ്രശ്നങ്ങൾ വരാം, അല്ലേ? നിങ്ങളുടെ നോട്ടിൽ പറയുന്നുണ്ടല്ലോ. പ്രധാനമായിട്ടും 3 തരം തകരാറുകൾ വരാം. ഒന്ന്, ശബ്ദത്തിൽ തന്നെ പ്രശ്നം വരാം, അതായത് വോയിസ്. പിന്നെ ഉച്ചാരണത്തിൽ പ്രശ്നം വരാം, ആർട്ടിക്കുലേഷൻ. മൂന്നാമത്തേത് സംസാരത്തിന്റെ ഒഴുക്ക്, ഫ്ലുവൻസി. ഈ വിക്കൽ പോലെയുള്ളതല്ലേ? അതെ, വിക്കൽ ഫ്ലുവൻസി ഡിസോർഡറിൽ വരും. പിന്നെ ചില വാക്കുകളിലെ ശബ്ദങ്ങൾ തെറ്റായിട്ടുച്ചരിക്കുന്നത് ആർട്ടിക്കുലേഷൻ ഡിസോർഡറാണ്. ശരി. എന്നാൽ നമ്മളിന്ന് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ നോട്ടിലെ 4.41 വോയിസ് ഡിസോർഡേഴ്സ് അഥവാ ശബ്ദവൈകല്യങ്ങളെക്കുറിച്ചാണ്. ശബ്ദവൈകല്യങ്ങൾ, ഓക്കെ. അതായത് നമ്മുടെ ശബ്ദത്തിന്റെ സ്ഥായി, പിച്ച്, അല്ലെങ്കിൽ അതിന്റെ ഉച്ചത, വോളിയം, അതിന്റെ ഒരു ഗുണം, ക്വാളിറ്റി, ഇതിലൊക്കെ വരുന്ന ഒരു അസാധാരണത്വം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ ശബ്ദം ഉണ്ടാവുന്നത് തന്നെ ശ്വാസകോശം, പിന്നെ നമ്മുടെ തൊണ്ടയിലെ ലാരിങ്സ്, വോക്കൽ കോർഡ്സ്, മൂക്ക്, ഇതിന്റെയൊക്കെ ഒരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ടാണല്ലോ. അതെ, വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണത്. അപ്പോ എവിടെയാണ് പിശക് പറ്റുന്നത്? 2 പ്രധാനപ്പെട്ട രീതിയിൽ പ്രശ്നം വരാം. ഒന്ന്, ശബ്ദമുണ്ടാക്കുന്ന രീതി, അതായത് ഫൊനേഷൻ, അല്ലെങ്കിൽ ശബ്ദം നമ്മുടെ മൂക്കിലൂടെയും വായിലൂടെയും ഒക്കെ കടന്നുപോകുമ്പോൾ അതിന് മാറ്റങ്ങൾ വരും. റെസനൻസ് എന്ന് പറയും. അതിലും പ്രശ്നം വരാം. ഓക്കെ, ഫൊനേഷനിലെ പ്രശ്നമെന്ന് പറയുമ്പോൾ? ഉദാഹരണത്തിന്, സംസാരിക്കുമ്പോൾ ഒരുപാട് കാറ്റ് കലർന്ന് ശബ്ദം വരുന്നത്, ബ്രെത്തി വോയിസ്, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് ആയാസപ്പെട്ട് സംസാരിക്കുന്നത്, ചിലപ്പോ ശബ്ദമടഞ്ഞോ ഇടറിയോ ഇരിക്കും. ഹസ്കി അല്ലെങ്കിൽ ഹോഴ്സ് വോയിസ് എന്നൊക്കെ പറയില്ലേ, അതെല്ലാം ഫോണേഷനിലെ പ്രശ്നങ്ങളാണ്. ശരി. ഇനി റെസനേഷനിലോ? റെസൊനേഷനിൽ വരുന്നത് ഈ അനുനാസികത്വവുമായി ബന്ധപ്പെട്ടാണ്. സംസാരിക്കുമ്പോൾ വല്ലാതെ മൂക്കിലൂടെ ശബ്ദം പോകുന്നത്, ഹൈപ്പർനെസാലിറ്റി, അല്ലെങ്കിൽ തീരെ മൂക്കിലേക്ക് ശബ്ദം പോകാത്തത്, ഹൈപ്പോനെസാലിറ്റി. ഓ, അതും ഒരു പ്രശ്നമാണല്ലേ? അതെ. പിന്നെ ചിലപ്പോൾ നമ്മൾ ശബ്ദം ഉപയോഗിക്കുന്ന രീതിയിലുള്ള തെറ്റായ ശീലങ്ങൾ, ഇംപ്രോപ്പർ വോയിസിംഗ് ഹാബിറ്റ്സ് കൊണ്ടും ഇത്തരം വൈകല്യങ്ങൾ ഉണ്ടാവാം. ഇതിനെ വേറൊരു രീതിയിൽ നോക്കിയാൽ ഈ ശബ്ദത്തിന് മറ്റു ചില പ്രത്യേകതകളുണ്ടല്ലോ, പാരാലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എത്ര ഉറക്കെ സംസാരിക്കുന്നു, വോളിയം, ശബ്ദത്തിന്റെ സ്ഥായി, പിച്ച്, ഉയർന്നതാണോ താഴ്ന്നതാണോ, പിന്നെ അതിന്റെ ക്വാളിറ്റി, കേൾക്കാൻ സുഖമുള്ളതാണോ, പിന്നെ സംസാരിക്കുന്ന വേഗത, റേറ്റ്. അതെ അതെ, ഇതെല്ലാം ചേർന്നതാണ് പാരാലാംഗ്വേജ്. ഇതും ശബ്ദവൈകല്യങ്ങളുമായി ബന്ധമുണ്ടോ? നേരിട്ട് വൈകല്യം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഈ ഘടകങ്ങളിലൊക്കെ വരുന്ന അസാധാരണത്വം ഒരു പ്രശ്നമായിട്ട് കണക്കാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പാരാഭാഷാപരമായ കാര്യങ്ങളെ ഓരോ സമൂഹവും എങ്ങനെ കാണുന്നു എന്നതിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അത് ശരിയാണ്. അതായത് നമ്മുടെ വാക്കുകൾക്കപ്പുറം നമ്മൾ സംസാരിക്കുന്ന രീതിക്ക്, ആ ടോണിന്, പിച്ചിന് ഒക്കെ ഓരോ സംസ്കാരത്തിലും ഓരോ അർത്ഥം കൽപ്പിക്കപ്പെടാം. നിങ്ങളുടെ നോട്ടിലൊരു ഉദാഹരണം പറയുന്നുണ്ടല്ലോ, ആഫ്രിക്കൻ സംസ്കാരങ്ങളെക്കുറിച്ച്. അതെ, ചില ആഫ്രിക്കൻ സംസ്കാരങ്ങളിൽ പുരുഷന്മാരുടെ ശബ്ദത്തിന് ചില പ്രത്യേകതകൾ സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുരുഷൻ ഒരുപക്ഷേ കുറഞ്ഞ ശബ്ദത്തിൽ, ലോ വോളിയത്തിൽ, അല്ലെങ്കിൽ ഉയർന്ന സ്ഥായിയിൽ, ഹൈ പിച്ചിൽ, അതുമല്ലെങ്കിൽ വളരെ പതുക്കെ, സ്മൂത്തായി സംസാരിച്ചാൽ അതൊരു കുറവായിട്ട് കാണൂ. അതെ, അത് പൗരുഷമായി കണക്കാക്കില്ല എന്നും ആണുങ്ങളെപ്പോലെ സംസാരിക്കൂ എന്ന് അവരോട് ആവശ്യപ്പെട്ടെന്നും വരാം. ഇത് ശരിക്കും കാണിക്കുന്നത് എന്താണ് നോർമൽ ശബ്ദം, എന്താണൊരു വൈകല്യം എന്നൊക്കെയുള്ള നമ്മുടെ ധാരണകൾ, അത് ഒരു പരിധിവരെ സാംസ്കാരികമായിട്ട് രൂപപ്പെടുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു പോയിന്റാണത്. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്പ്രാക്സിയ എന്ന അവസ്ഥയെക്കുറിച്ച് സംസാരിച്ചു, അതിന്റെ ലക്ഷണങ്ങൾ, അതിനെ എങ്ങനെ നേരിടാം എന്നൊക്കെ. അതെ. പിന്നീട് സംസാര വൈകല്യമലെക്കുറിച്ചും അതിൽ തന്നെ ശബ്ദവൈകല്യങ്ങളെക്കുറിച്ചും കുറച്ചുകൂടി വിശദമായി നോക്കി. ശബ്ദത്തിന്റെ പല പ്രത്യേകതകളും അതിനോടുള്ള സാംസ്കാരികമായ കാഴ്ചപ്പാടുകളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോ ഇതെല്ലാം കേൾക്കുമ്പോൾ എന്താണ് നമ്മൾ ഓർക്കേണ്ടത്? നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു കാര്യം തരാം. ഈ ശബ്ദത്തെക്കുറിച്ചുള്ള സാംസ്കാരികമായ വ്യത്യാസങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഡിസ്പ്രാക്സിയ പോലെ പുറമേക്ക് പെട്ടെന്ന് കാണാത്ത ചില വെല്ലുവിളികളെക്കുറിച്ചോ നമ്മളിപ്പോൾ മനസ്സിലാക്കിയല്ലോ. അതെ. ഈ അറിവ് ഇനി നിങ്ങൾ മറ്റൊരാൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ
അല്ലെങ്കിൽ അവരുമായി ഇടപഴകുമ്പോൾ നിങ്ങളുടെ ആ ഒരു സമീപനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ? ഇതൊരു പ്രധാന ചോദ്യമാണ്. ഇതിനെക്കുറിച്ച് തുടർന്നും ചിന്തിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ സംസാര വൈകല്യങ്ങളെക്കുറിച്ചാണ്, അതായത് ഈ സ്പീച്ച് സൗണ്ട് ഡിസോർഡേഴ്സ്, പിന്നെ ഫ്ലുവൻസി ഡിസോർഡേഴ്സ്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആഴത്തിൽ സംസാരിക്കാൻ പോവാണ്, നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ വെച്ചിട്ട്. ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് ആളുകളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ നൽകുക എന്നുള്ളതാണ്. ശരി. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? ഈ സ്പീച്ച് സൗണ്ട് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്? അതായത് ചില സംസാര ശബ്ദങ്ങൾ, പ്രത്യേകിച്ച് ചില വ്യഞ്ജനാക്ഷരങ്ങളില്ലേ, എസ് അല്ലെങ്കിൽ ആർ പോലെയുള്ളവ, അത് വ്യക്തമായിട്ട് ഉച്ചരിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരുന്ന അവസ്ഥ. ഇത് ശരിക്കും പറഞ്ഞാൽ ലാംഗ്വേജ് ആൻഡ് സ്പീച്ച് ഡിസോർഡേഴ്സ് എന്നൊരു വലിയ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ഓക്കെ. നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിന് പ്രധാനമായിട്ട് രണ്ട് ഉപവിഭാഗങ്ങളുണ്ട്. ഒന്ന് ആർട്ടിക്കുലേഷൻ ഡിസോർഡേഴ്സ്, മറ്റൊന്ന് ഫോണീമിക് ഡിസോർഡേഴ്സ്. ആർട്ടിക്കുലേഷൻ ഡിസോർഡേഴ്സ്. അതിലേക്ക് വരും മുൻപ് ഒരു കാര്യം, ഇത് ചിലപ്പോ ആളുകളുടെ ഒരു ആത്മവിശ്വാസമില്ലേ, അതിനെ വല്ലാതെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഉത്തർപ്രദേശിലെ പിങ്കി സോങ്കർ എന്ന കുട്ടിയുടെ കഥ ഓർമ്മയുണ്ടോ? സ്മൈൽ പിങ്കി. ഡോക്യുമെന്ററി ഓർക്കുന്നുണ്ട്. അതെ. മുച്ചുണ്ടും പിന്നെ അണ്ണാക്കിലെ ആ പിളർപ്പും, ക്ലെഫ്റ്റ് ലിബ് ആൻഡ് പാലറ്റ്, അത് കാരണം ആ കുട്ടിക്ക് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് അവളുടെ സ്കൂൾ ജീവിതത്തെയൊക്കെ വല്ലാതെ ബാധിച്ചു. പിന്നൊരു സൗജന്യ സർജറി കിട്ടിയപ്പോഴാണ് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടായത്. അപ്പോൾ അവിടെയാണ് ശരിക്കും നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, അല്ലേ? ഒരു ശാരീരികമായ ബുദ്ധിമുട്ട് ഒരാളുടെ സാമൂഹിക ജീവിതത്തെയും ആ ഒരു മാനസികാവസ്ഥയും ഒക്കെ എത്രത്തോളം സ്വാധീനിക്കുന്നുവെന്ന്. തീർച്ചയായും ഈ ശാരീരികമായ ബുദ്ധിമുട്ടുകള് ആർട്ടിക്കുലേഷൻ ഡിസോർഡേഴ്സിന് ഒരു പ്രധാന കാരണം തന്നെയാണ്. തങ്ങൾ പറഞ്ഞ ക്ലെഫ്റ്റ് ലിപ്പ് പാലറ്റ്, അതുകൂടാതെ ചിലപ്പോൾ നാമിന് കെട്ടുണ്ടാവില്ലേ, ടങ് ടൈ എന്ന് പറയും. ശരിയാണ്. പിന്നെ പല്ലുകളില്ലാതിരിക്കുക, ഇതൊക്കെ ശരിയായ ഉച്ചാരണത്തിന് തടസ്സമാവാം. ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നാവ്, ചുണ്ട്, പല്ല്, അണ്ണാക്ക് ഇതൊക്കെ ഉപയോഗിച്ച് വ്യക്തമായ സംസാര ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, അതായത് ശബ്ദങ്ങൾ ചിലപ്പോൾ കൂട്ടിച്ചേർക്കാം, ആഡിഷൻ, അല്ലെങ്കിൽ ഒഴിവാക്കാം, ഒമിഷൻ, ചിലപ്പോൾ ഒന്നിനു പകരം വേറൊന്നുപയോഗിക്കാം, സബ്സ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ആ ശബ്ദത്തിന് തന്നെ ഒരു രൂപമാറ്റം വരുത്താം, ഡിസ്റ്റോർഷൻ. ഇതൊക്കെ സംഭവിക്കുമ്പോഴാണ് അതൊരു വൈകല്യമായി മാറുന്നത്. പിന്നെ ചില നാഡീവ്യവസ്ഥയുടെ തകരാറുകളില്ലേ, ന്യൂറോളജിക്കൽ ഇഷ്യൂസ്, അതും കാരണമാകാറുണ്ട്. അപ്പൊ ഈ കാരണങ്ങൾ പലപ്പോഴും ഒന്നിച്ചു വരാറുണ്ടോ, അതോ സാധാരണയായിട്ട് ഒരൊറ്റ കാരണം അങ്ങനെ കണ്ടെത്താൻ പറ്റുമോ? പലപ്പോഴും ഒന്നിലധികം ഘടകങ്ങളുണ്ടാവാം കേട്ടോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ശാരീരികമായ ഒരു പ്രശ്നമുണ്ടാവും, അതിന്റെ കൂടെ തന്നെ ആ ശബ്ദം എങ്ങനെയാ ഉച്ചരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു തെറ്റായ ധാരണയും ഉണ്ടാവാം. ഇൻകറക്റ്റ് ലേണിംഗ്. ശരിയാണ്. ശരിയായ ഉച്ചാരണം കേട്ട് പഠിക്കാനുള്ള അവസരം കുറയുന്നതും ചിലപ്പോൾ ഒരു ഘടകമായേക്കാം. ശരി. ഇനി മറ്റേ വിഭാഗം, ഫോണീമിക് ഡിസോർഡേഴ്സ്. ഇത് ഈ ആർട്ടിക്കുലേഷനിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇവിടെ പ്രശ്നം ഉച്ചരിക്കാനുള്ള ആ ഒരു ഫിസിക്കൽ എബിലിറ്റിയിലല്ല, മറിച്ച് ഭാഷയിലുള്ള ശബ്ദവ്യവസ്ഥ, അതായത് സൗണ്ട് സിസ്റ്റം, അത് മനസ്സിലാക്കുന്നതിലാണ് പിഴവ് പറ്റുന്നത്. അതായത് ഒരു ഭാഷയിലുള്ള വ്യത്യസ്ത ശബ്ദങ്ങൾ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അത് തിരിച്ചറിയാനും അത് വാക്കുകളിൽ ശരിയായിട്ട് ഉപയോഗിക്കാനുമുള്ള ബുദ്ധിമുട്ടാണ് ഫോണീമിക് ഡിസോർഡർ. അവർക്ക് ചിലപ്പോൾ ഈ കാ, ടാ പോലുള്ള രണ്ട് വ്യത്യസ്ത ശബ്ദങ്ങൾ ഒന്നായിട്ട് തോന്നാം. അതായത് ഇപ്പോ കാറ് എന്ന് പറയുന്നതിന് പകരം സ്ഥിരമായിട്ട് താറ് എന്ന് പറയുന്ന പോലെയോ? അതെ, കൃത്യം. കാരണം ആ കെയും ടിയും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് വാക്കിന്റെ അർത്ഥം തന്നെ മാറ്റുമല്ലോ, അല്ലേ? അതേലോ, അതാണ് ഫോണീമിക് ഡിസോർഡറിന്റെ ഒരു പ്രധാന ലക്ഷണം. ഒരേ തെറ്റ് ഇങ്ങനെ സ്ഥിരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കും. കാരണം അവരുടെ മനസ്സിലുള്ള ആ ഭാഷയുടെ റൂൾസില് ആ വ്യത്യാസമില്ല. ഇതിനെ പൊതുവെ സ്പീച്ച് ഇംപെഡിമെന്റ്സ് എന്നും പറയാറുണ്ട്. ശരി. സ്പീച്ച് തെറാപ്പിയൊക്കെ വഴി ഇത് ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ അതിന്റെ ആ ഒരു പുരോഗതി ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. ഓക്കെ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അതായത് സംസാരത്തിലെ ഒഴുക്കിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഫ്ലുവൻസി ഡിസോർഡേഴ്സ്.
എന്താണ് ഈ ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ? ഫ്ലുവൻസി അല്ലെങ്കിൽ സംസാരത്തിലെ ഒഴുക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വാക്കുകളും ശബ്ദങ്ങളുമൊക്കെ ഒരു ശരിയായ വേഗതയിലും താളത്തിലും വലിയ തടസ്സങ്ങളോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആവർത്തനങ്ങളോ ഒന്നുമില്ലാതെ സംസാരിക്കാനുള്ളൊരു കഴിവില്ലേ, അതാണ്. ആ, അപ്പോ ഈ ഒഴുക്ക് എപ്പോഴാണ് ഒരു തടസ്സമാവുന്നത് അല്ലെങ്കിൽ ഒരു ഡിസോർഡർ ആവുന്നത്? നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ സംസാരം ചിലപ്പോൾ വല്ലാതെ വേഗത്തിലാവും. അപ്പോൾ ചില ശബ്ദങ്ങൾ വിട്ടുപോകും, അല്ലെങ്കിൽ കൂടിക്കുഴയും. അതിനെ ക്ലട്ടറിംഗ് എന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ വാക്കുകള്, ശബ്ദങ്ങള്, അക്ഷരങ്ങള് ഇതൊക്കെ ആവർത്തിക്കുക, റെപ്പറ്റീഷൻ. അതെ, സംസാരത്തിനിടയിൽ ഇങ്ങനെ ബ്ലോക്കായി പോവുക, ബ്ലോക്കിംഗ്. പ്രത്യേകിച്ച് വാക്കുകളുടെ തുടക്കത്തില് സ്റ്റട്ടറിംഗ് അല്ലെങ്കിൽ വിക്കലെന്ന് നമ്മൾ സാധാരണ പറയില്ലേ, വിക്കല്. അപ്പോഴൊക്കെ ഈ ഒഴുക്ക് നഷ്ടപ്പെടുന്നു. ഇതിനെയാണ് ഫ്ലുവൻസി ഡിസോർഡർ എന്ന് പറയുന്നത്, അല്ലേ? അതെ, ശരിയാണ്. ഇത് കൂടുതലും കുട്ടികളിലാണ് കണ്ടുവരുന്നത്. ഇതിന്റെ കാരണങ്ങള് അത് പലതാവാം. ചിലപ്പോ കുടുംബപരമായിട്ടുണ്ടാവാം, മാനസികമായ സൈക്കോളജിക്കൽ കാരണങ്ങളുണ്ടാവാം, നാഡീശാസ്ത്രപരമായ ന്യൂറോളജിക്കൽ കാരണങ്ങൾ, പിന്നെ നമ്മുടെ സംസാരത്തിനാവശ്യമായ പേശികളില്ലേ, അതിന്റെയൊക്കെ ഏകോപനത്തിലുള്ള പ്രശ്നങ്ങള്, മോട്ടോറിക് ഫാക്ടേഴ്സ്, അതൊക്കെ ഇതിന് പിന്നിലുണ്ടാകാം. അപ്പോ ഈ ഒഴുക്കില്ലായ്മയുടെ ഒരു സാമൂഹിക പ്രത്യാഘാതം അത് വളരെ വലുതായിരിക്കും, അല്ലേ? പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ക്ലാസ്സിലൊക്കെ ഉത്തരം പറയാൻ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുമ്പോൾ അതവരെ വളരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായും. നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് തന്നെ സാമൂഹിക ജീവികളാണല്ലോ. ഈ ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ, അത് നമ്മുടെ നിലനിൽപ്പിന് തന്നെ വളരെ അത്യാവശ്യമാണ്. ശരിയാണ്. അപ്പോ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളെ, പ്രത്യേകിച്ചൊരു കുട്ടിയെ, മറ്റുള്ളവർ ചിലപ്പോൾ കളിയാക്കുകയോ അല്ലെങ്കിൽ ശരിയല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് പതിയെ ഉൾവലിയാനുള്ളൊരു പ്രവണത കൂടും. അത് പിന്നെ സാമൂഹികമായൊരു ഒറ്റപ്പെടലിലേക്ക്, സോഷ്യൽ ഐസൊലേഷൻ നയിക്കാം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, എങ്ങനെ ഈ വ്യക്തികളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ ഇന്ന് സംസാരിച്ചത് പ്രധാനമായും സ്പീച്ച് സൗണ്ട് ഡിസോർഡേഴ്സ്, അതിൽ തന്നെ ആർട്ടിക്കുലേഷൻ, ഫൊനീമിക് ഡിസോർഡേഴ്സ് എന്നിവയെക്കുറിച്ചും പിന്നെ ഫ്ലുവൻസി ഡിസോർഡേഴ്സിനെക്കുറിച്ചുമാണ്. അതെ. ഇതിന്റെയൊക്കെ പിന്നിൽ ശാരീരികവും ഭാഷാപരവും നാഡീപരവുമായ പല ഘടകങ്ങളും ഉണ്ടാവാമെന്നും ഇത് വ്യക്തികളുടെ ഒരു ആത്മവിശ്വാസത്തെയും അവരുടെ സാമൂഹിക ജീവിതത്തെയുമൊക്കെ കാര്യമായി ബാധിക്കുമെന്നും നമ്മൾ കണ്ടു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്രയും നേരത്തെ തിരിച്ചറിയുന്നുവോ അത്രയും നല്ലതാണ്. എന്നിട്ട് അതിനു വേണ്ട ശരിയായ സഹായം തേടുക എന്നുള്ളതാണ്. ശരി. സ്പീച്ച് തെറാപ്പി പോലെയുള്ള ഇടപെടലുകൾക്കും പിന്നെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഒക്കെ ഒരു പിന്തുണയ്ക്കും ഇതിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായും. അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത. ഈ സംസാരത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ കുറച്ചുകൂടി ക്ഷമ കാണിക്കാൻ, അവരെ ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമോ? അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ നമ്മൾ സമയം കൊടുക്കാറുണ്ടോ? നമ്മുടെ ഒരു മനോഭാവത്തിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും അവർക്ക് ചിലപ്പോൾ വലിയൊരു ആശ്വാസമായേക്കാം. നമ്മൾ എത്ര എളുപ്പത്തിലല്ലേ സംസാരിക്കുന്നത്, ശ്വാസമെടുക്കുന്നത് പോലെ. പക്ഷെ ചിലർക്ക് ഈ സംസാരം എന്നത് തന്നെ ഒരു വലിയ മലകയറ്റം പോലെയാണ്. അതെ, അത് ശരിയാണ്. പുറമേക്ക് ലളിതമെന്ന് തോന്നുമെങ്കിലും വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ് സംസാരം. തലച്ചോറ്, ഞരമ്പുകൾ, ശ്വാസകോശം, നമ്മുടെ മുഖത്തെയും തൊണ്ടയിലെയും പേശികൾ, ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കണം. തീർച്ചയായും. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ സംസാരത്തിലെ ചില വെല്ലുവിളികളെക്കുറിച്ചാണ്. പ്രധാനമായും 3 സംസാര വൈകല്യങ്ങൾ, സ്പീച്ച് ഡിസോർഡേഴ്സ്. സംസാര വൈകല്യങ്ങളും ചികിത്സയും എന്ന വിഷയത്തിൽ നിന്നുള്ള ചില കാര്യങ്ങൾ വെച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ആഴത്തിലുള്ള നോട്ടം. നല്ലത്. അപ്പോൾ നമുക്ക് ഈ വൈകല്യങ്ങൾ എന്തൊക്കെയാണെന്നും അവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നും ലളിതമായിട്ടൊന്ന് നോക്കാമല്ലേ? അതെ. ആദ്യമായിട്ട് നമുക്ക് എപ്രാക്സിയ ഓഫ് സ്പീച്ച് AOS. ഇതിന് വേറെയും പേരുകളുണ്ട്. വെർബൽ എപ്രാക്സിയ, ഡിസ്പ്രാക്സിയ എന്നൊക്കെ. എന്താണിത്? എപ്രാക്സിയ ഓഫ് സ്പീച്ച് എന്നുവെച്ചാൽ ഒരാൾക്ക് മനസ്സിലൊരു വാക്കുണ്ടാകും, എന്താണ് പറയേണ്ടതെന്ന് കൃത്യമായി അറിയാം. പക്ഷേ ആ വാക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ, അതിന്റെ ശബ്ദങ്ങൾ ശരിയായ ക്രമത്തിൽ പറയാൻ തലച്ചോറിനൊരു ബുദ്ധിമുട്ട്. അപ്പം നാവിന്റെയോ ചുണ്ടിന്റെയോ ബലക്കുറവല്ല പ്രശ്നം. തലച്ചോറ് ആ പേശികൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളിലാണ് താളപ്പിഴ പറ്റുന്നതല്ലേ?
കൃത്യം, അതാണ് പോയിന്റ്. പേശികൾക്ക് ബലക്കുറവില്ല, പക്ഷേ ആ പേശികളെ ഏകോപിപ്പിച്ച് വേണ്ട രീതിയിൽ ചലിപ്പിച്ച് ശബ്ദമുണ്ടാക്കാനുള്ള തലച്ചോറിന്റെ പ്ലാനിങ്ങിലാണ് പ്രശ്നം. ഇതിന് 2 പ്രധാന തരമുണ്ട്. ഓക്കേ, ഏതൊക്കെയാണവ? ഒന്ന്, അക്വയർഡ് അപ്രാക്സി ഓഫ് സ്പീച്ച്. ഇത് സാധാരണയായി മുതിർന്നവരിലാണ് കാണുന്നത്. അതായത് നന്നായി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് പിന്നീട് വരുന്ന ഒരു പ്രശ്നം. മിക്കവാറും തലച്ചോറിന് എന്തെങ്കിലും ആഘാതം സംഭവിക്കുമ്പോഴാണ് ഇത് വരുന്നത്. ആഘാതം എന്ന് പറയുമ്പോൾ ഇപ്പോ ഒരു സ്ട്രോക്ക് വരുന്നത്, അല്ലെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും പരിക്കു പറ്റുന്നത്, ബ്രെയിൻ ട്യൂമർ, അങ്ങനെ സംസാരത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗങ്ങൾക്ക് എന്തെങ്കിലും കേടുപാട് പറ്റുന്നത്. ഇത് ചിലപ്പോൾ ഡിസാർത്രിയ അല്ലെങ്കിൽ അഫേഷ്യ പോലുള്ള മറ്റു പ്രശ്നങ്ങളോടൊപ്പം കാണാറുണ്ട്. ശരി. അപ്പോ രണ്ടാമത്തെ തരം അതാണ് ഡെവലപ്മെന്റൽ അപ്രാക്സി ഓഫ് സ്പീച്ച്, DAS എന്ന് ചുരുക്കി പറയും. ചിലപ്പോൾ ചൈൽഡ്ഹുഡ് അപ്രാക്സി ഓഫ് സ്പീച്ച് എന്നും പറയാറുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് കുട്ടികളിൽ ജനനം മുതൽ കാണുന്ന ഒന്നാണ്. കുട്ടികളിൽ. ഇതിന്റെ കാരണം എന്താണ്? അക്വയർഡ് പോലെ തലച്ചോറിൽ വ്യക്തമായ തകരാറുണ്ടാവുമോ? അതാണ്, അവിടെയാണൊരു വ്യത്യാസം. DAS ഉള്ള കുട്ടികളിൽ സാധാരണയായി തലച്ചോറിനങ്ങനെ വ്യക്തമായ കേടുപാടുകൾ സ്കാനിലൊന്നും കാണണമെന്നില്ല. ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് കൃത്യമായി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലർ പറയുന്നു ഇത് ഭാഷാപരമായ വളർച്ചയിലെ ഒരു പ്രശ്നമാണെന്ന്. അതെയോ? പെൺകുട്ടികളിലാണ് ഇത് കുറച്ചുകൂടി കൂടുതലായി കാണുന്നത്. അപ്പോൾ ഈ 2 തരം അപ്രാക്സിയ ഉള്ളവർക്കും, അതായത് അക്വയർഡ് ആയാലും ഡെവലപ്മെന്റൽ ആയാലും, സംസാരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഏകദേശം ഒരുപോലെയാണോ? അതെ, ആ ബുദ്ധിമുട്ടിന്റെ സ്വഭാവം ഒരുപോലെയാണ്. പ്രധാന പ്രശ്നം സ്ഥിരതയില്ലായ്മയാണ്. ഒരു വാക്ക്, ഇപ്പൊ പുസ്തകം എന്ന് ഒരു തവണ അവർ ശരിയായി പറഞ്ഞെന്നിരിക്കാം, പക്ഷെ അടുത്ത തവണ അതേ വാക്ക് പറയാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ പുസ്കതം എന്നോ പുഗസ്തം എന്നൊക്കെയായി പോകാം. തെറ്റുകൾ വരും, പക്ഷെ അത് ഒരേപോലത്തെ തെറ്റായിരിക്കില്ല. ഓ, അപ്പോൾ കൺസിസ്റ്റൻസി ഇല്ല. നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ഒരേ വാക്ക് തുടങ്ങാൻ തന്നെ ബുദ്ധിമുട്ടും. അതുപോലെ സംസാരത്തിന്റെ ഒരു സ്വാഭാവിക ഒഴുക്ക്, താളം, ഭാവം, അതായത് പ്രോസഡി, അതും ശരിയാവില്ല. ശബ്ദം ചിലപ്പോൾ മൊണോട്ടോൺ പോലെ ആകാം. പ്രോസഡി, ഈ സംസാരത്തിലെ താളം, ഭാവം എന്നിവയെക്കുറിച്ച് പറഞ്ഞല്ലോ. അതിനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമുണ്ടോ അപ്രാക്സിയ അല്ലാതെ? ഉണ്ടുണ്ട്. അതാണ് ഡിസ്പ്രോസഡി. ഇത് അത്ര സാധാരണയായി കാണുന്ന ഒന്നല്ല, പക്ഷെ അതും ഒരു ന്യൂറോളജിക്കൽ സ്പീച്ച് ഡിസോർഡറാണ്. ഇവിടെ പ്രശ്നം വരുന്നത് സംസാരത്തിന്റെ ആ ഒരു സംഗീതാത്മകതയ്ക്കാണ്. അതായത് ശബ്ദത്തിന്റെ ഉച്ചനീചത്വങ്ങൾ, ഇന്റൻസിറ്റി, സംസാരത്തിന്റെ വേഗത, ടൈമിംഗ്, താളം, റിതം, ഈണം, ഇൻറ്റനേഷൻ, ഇതിലെല്ലാം മാറ്റങ്ങൾ വരും. അതെങ്ങനെയായിരിക്കും കേൾക്കുമ്പോൾ? ചിലപ്പോൾ സംസാരം ഒരു വിദേശ ഭാഷാ ശൈലി പോലെ തോന്നാം. ഫോറിൻ ആക്സന്റ് സിൻഡ്രോം എന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ തീരെ വികാരമില്ലാത്ത ഒരു റോബോട്ട് സംസാരിക്കും പോലെ തോന്നാം. ഇതിന്റെ കാരണങ്ങളും മിക്കവാറും തലച്ചോറിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. സ്ട്രോക്ക്, തലച്ചോറിലെ ട്യൂമറുകൾ, അല്ലെങ്കിൽ തലക്കേൽക്കുന്ന ക്ഷതങ്ങൾ ഒക്കെ കാരണമാകാം. ശരി ശരി. അപ്പോ എപ്രാക്സിയയിൽ സംസാരം പ്ലാൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഡിസ്പ്രോസിഡിയിൽ സംസാരത്തിന്റെ സംഗീതം നഷ്ടപ്പെടുന്നത്. ഇനി ഡിസാർത്രിയ, അതെങ്ങനെയാണ് ഇവയിൽ നിന്നും വ്യത്യസ്തമാകുന്നത്? ഡിസാർത്രിയ, അതും ഒരു മോട്ടോർ സ്പീച്ച് ഡിസോർഡറാണ്. പക്ഷേ ഇവിടെ തലച്ചോറിന്റെ പ്ലാനിങ്ങിലല്ല പ്രശ്നം. പ്രശ്നം വരുന്നത് സംസാരത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന പേശികൾക്കാണ്. അതായത് നാവ്, ചുണ്ട്, താടി, തൊണ്ടയിലെ പേശികൾ, അവയ്ക്ക്. അതെ, ആ പേശികൾക്ക് ബലക്കുറവ് വരിക, അല്ലെങ്കിൽ തളർന്നു പോവുക, അതുമല്ലെങ്കിൽ അവയുടെ ചലനങ്ങൾ ഏകോപിപ്പിക്കാൻ പറ്റാതെ വരിക, ഇതൊക്കെ ഡിസാർത്രിയയുടെ ലക്ഷണമാണ്. തലച്ചോറിൽ നിന്നുള്ള സന്ദേശം പേശികളിലേക്ക് ശരിയായി എത്തുന്നില്ല, അല്ലെങ്കിൽ പേശികൾക്ക് ആ സന്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അതാണ് ഡിസാർത്രിയയിൽ സംഭവിക്കുന്നത്. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാവാം? അപ്രാക്സിയ പോലെയാണോ? ചില കാരണങ്ങൾ സമാനമാണ്. സ്ട്രോക്ക് ഒരു പ്രധാന കാരണമാണ്. അതുപോലെ പാർക്കിൻസൺസ് രോഗം, ALS, എമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ്, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് പോലുള്ള നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ, തലച്ചോറിനോ കഴുത്തിനോ ഏൽക്കുന്ന പരിക്കുകൾ, സെറിബ്രൽ പാൽസി, ചിലപ്പോൾ ചില ശസ്ത്രക്രിയകൾ കഴിഞ്ഞും ഇതുവരാം, നാഡികൾക്ക് തകരാറ് സംഭവിച്ചാൽ. ലക്ഷണങ്ങൾ എങ്ങനെയായിരിക്കും? അപ്രാക്സിയയിലെ പോലെ വാക്കുകൾ മാറിപ്പോകുന്നതാണോ? അതല്ല. ഡിസാർത്രിയയിൽ വാക്കുകൾ മാറിപ്പോവുകയല്ല സാധാരണഗതിയിൽ, മറിച്ച് സംസാരം വ്യക്തമല്ലാതാവുകയാണ് ചെയ്യുന്നത്. കുഴഞ്ഞുപോകുന്ന സംസാരം, സ്ലേർഡ് സ്പീച്ച് എന്ന് പറയില്ലേ, അത്. മനസ്സിലായി.
ചിലപ്പോൾ സംസാരം വളരെ പതുക്കെയാവാം, അല്ലെങ്കിൽ നേരെ തിരിച്ച് വളരെ വേഗത്തിൽ അവ്യക്തമായി സംസാരിക്കാം. നാവിനും ചുണ്ടിനുമൊക്കെ വേണ്ടത്ര വഴക്കം കാണില്ല. ശബ്ദത്തിൽ മാറ്റം വരാം. ഒരു നേസൽ ക്വാളിറ്റി, അതായത് മൂക്കിലൂടെ സംസാരിക്കുന്നത് പോലെ തോന്നാം, അല്ലെങ്കിൽ ശബ്ദം അടഞ്ഞ പോലെയിരിക്കാം. ശ്വാസം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം. ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനും വിഴുങ്ങാനുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ ഇവർക്ക്? ഉണ്ടാവാം. കാരണം സംസാരിക്കാൻ ഉപയോഗിക്കുന്ന പല പേശികളും ഭക്ഷണം കഴിക്കാനും വിഴുങ്ങാനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ പേശികൾക്ക് ബലക്ഷയമുണ്ടെങ്കിൽ ചവയ്ക്കാനും വിഴുങ്ങാനും ഡിസ്ഫേജിയ, ഉമിനീര് നിയന്ത്രിക്കാനുമൊക്കെ ബുദ്ധിമുട്ട് വരാം. ഇതെല്ലാം കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും ആരാണ് സഹായിക്കുക? ഒരു സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ്, അതായത് SLP, അവരാണ് ഈ ബുദ്ധിമുട്ടുകൾ കൃത്യമായി വിലയിരുത്തി എന്താണ് കാരണം, എത്രത്തോളം തീവ്രതയുണ്ടെന്നൊക്കെ മനസ്സിലാക്കി അനുയോജ്യമായ ചികിത്സ നിർദ്ദേശിക്കുന്നത്. ഈ ചികിത്സാരീതികളെക്കുറിച്ചുകൂടി ഒന്ന് ചുരുക്കി പറയാമോ? എല്ലാത്തിനും ഒരേ ചികിത്സയാണോ? ഇല്ലില്ല. ഓരോ വൈകല്യത്തിനും അതിന്റെ കാരണത്തിനും തീവ്രതയ്ക്കും അനുസരിച്ചുള്ള ചികിത്സയാണ് നൽകുന്നത്. ഇപ്പോ ചില ഉച്ചാരണ പ്രശ്നങ്ങൾ മാത്രമാണെങ്കിൽ ആർട്ടിക്കുലേഷൻ തെറാപ്പി മതിയാകും. അതായത് പ്രത്യേക ശബ്ദങ്ങളും വാക്കുകളും ആവർത്തിച്ചു പറഞ്ഞ് ശരിയാക്കിയെടുക്കുക. വിക്കിനൊക്കെ? വിക്കൽ പോലുള്ള ഫ്ലുവൻസി ഡിസോർഡേഴ്സിന് ഫ്ലുവൻസി ട്രെയിനിംഗ് ഉണ്ട്. അതിൽ സംസാരത്തിന്റെ വേഗത കുറയ്ക്കുക, ശ്വാസമെടുപ്പും സംസാരവും തമ്മിൽ ശരിയാക്കുക തുടങ്ങിയ കാര്യങ്ങൾ പരിശീലിക്കും. ഡിലേയ്ഡ് ഓഡിറ്ററി ഫീഡ്ബാക്ക് എന്നൊരു രീതിയുമുണ്ട്. സ്വന്തം സംസാരം ഒരു ചെറിയ ഡിലേയോടെ ഹെഡ്ഫോണിലൂടെ കേൾപ്പിക്കുന്നത് വഴി സംസാര വേഗത കുറയ്ക്കാൻ സഹായിക്കും. അപ്രാക്സിയ, ഡിസാർത്രിയ പോലുള്ള കുറച്ചുകൂടി സങ്കീർണമായ അവസ്ഥകൾക്കോ? അവിടെ കുറച്ചുകൂടി ടാർഗറ്റഡ് ആയിട്ടുള്ള രീതികൾ വേണം. അപ്രാക്സിയയ്ക്കാണെങ്കിൽ സംസാരത്തിനാവശ്യമായ ചലനങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്ന മോട്ടോ കിനസ്തെറ്റിക് അപ്രോച്ചുണ്ട്. ഓരോ ശബ്ദത്തിനും വേണ്ടിയുള്ള നാവിന്റെയും ചുണ്ടിന്റെയും സ്ഥാനങ്ങളൊക്കെ പഠിപ്പിക്കും. ന്യൂറോ ഡെവലപ്മെന്റൽ അപ്രോച്ച്, ബയോ ഫീഡ്ബാക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഡിസാർത്രിയയ്ക്ക് പേശികളെ ബലപ്പെടുത്താനുള്ള വ്യായാമങ്ങൾ, സംസാരം വ്യക്തമാക്കാനുള്ള ടെക്നിക്കുകളൊക്കെയാണ് പ്രധാനം. സംസാരിക്കാൻ തീരെ പറ്റാത്ത അവസ്ഥ വന്നാലോ? വളരെ തീവ്രമായ ബുദ്ധിമുട്ടുകളാണെങ്കിൽ സംസാരത്തിന് പകരമുള്ള മറ്റ് ആശയവിനിമയ മാർഗങ്ങൾ, ഓഗ്മെന്റേറ്റീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ AAC, നോക്കേണ്ടിവരും. ഇതിൽ ആംഗ്യഭാഷ, മാനുവൽ സൈനിങ് വരാം, അല്ലെങ്കിൽ ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ബോർഡ് വരാം. അതുമല്ലെങ്കിൽ കമ്പ്യൂട്ടർ സഹായത്തോടെ ശബ്ദമുണ്ടാക്കുന്ന ഉപകരണങ്ങൾ, കമ്പ്യൂട്ടർ സിന്തസൈസ്ഡ് സ്പീച്ച് ഒക്കെ ഉൾപ്പെടാം. SLP ആണ് വ്യക്തിക്ക് ഏറ്റവും അനുയോജ്യമായ രീതി നിർദ്ദേശിക്കുക. ഓക്കെ. അപ്പോ അപ്രാക്സിയ ഓഫ് സ്പീച്ച്, ഡിസ്പ്രസോഡി, ഡിസാർത്രിയ, ഈ 3 പ്രധാനപ്പെട്ട സംസാര വൈകല്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിച്ചു. അവയുടെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സാ സാധ്യതകൾ. ഇതൊക്കെ കേട്ടപ്പോൾ സംസാരമെന്നത് എത്ര അത്ഭുതകരവും സങ്കീർണവുമായ ഒന്നാണെന്ന് വീണ്ടും ഓർത്തുപോവുകയാണ്. തീർച്ചയായും. നമ്മൾ നിസ്സാരമായി കാണുന്ന ഈ സംസാരശേഷിക്കു പിന്നിൽ എത്രയെത്ര കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്. ഈ വൈകല്യങ്ങളെക്കുറിച്ച് അറിയുന്നത് ഒരുപക്ഷേ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നവരെ കാണുമ്പോൾ അവരെ കുറച്ചുകൂടി മനസ്സിലാക്കാനും അവരോട് ക്ഷമയോടെയും സഹാനുഭൂതിയോടെയും ഇടപെടാനും നമ്മളെ സഹായിക്കും. വളരെ ശരിയാണ്. അവരുടെ സംസാരത്തിലെ തടസ്സങ്ങൾക്കപ്പുറം അവർ പറയാൻ ശ്രമിക്കുന്ന ആശയത്തിന് കാതോർക്കാൻ ഒരുപക്ഷെ ഈ അറിവ് ഉപകരിക്കും. അതെ, ഒരു വ്യക്തിയുടെ സംസാരത്തിലെ ബുദ്ധിമുട്ട് അവരുടെ ബുദ്ധിയെയോ ചിന്തകളെയോ അളക്കാനുള്ളൊരു ഉപാധിയല്ലെന്ന് തിരിച്ചറിയേണ്ടത് പ്രധാനമാണ്. ഒരുപക്ഷെ അടുത്ത തവണ അങ്ങനെ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ ആശയവിനിമയം എളുപ്പമാക്കാൻ എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഭാഷാ സംസാര വൈകല്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഈ പഠനക്കുറിപ്പുകളിലേക്ക് നമുക്കൊന്ന് ആഴ്ന്നിറങ്ങാം. ഒറ്റനോട്ടത്തിൽ ഒരുപോലെ തോന്നുമെങ്കിലും ഈ ഭാഷാ പ്രശ്നങ്ങളും, അതായത് ലാംഗ്വേജ് ഡിസോർഡേഴ്സും, പിന്നെ സംസാരത്തിലെ പ്രശ്നങ്ങൾ, ഈ സ്പീച്ച് ഡിസോർഡേഴ്സും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളുണ്ട്, അല്ലേ? തീർച്ചയായും. അത് പലപ്പോഴും ആളുകൾക്ക് മാറിപ്പോകുന്നൊരു കാര്യമാണ്. അതെ അതെ. അപ്പോ എന്താണ് ആ വ്യത്യാസങ്ങൾ, പിന്നെ പ്രധാനപ്പെട്ട വൈകല്യങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് കുറച്ചുകൂടി ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. തുടങ്ങാം. ശരി. അപ്പോൾ ലാംഗ്വേജ് ഡിസോർഡേഴ്സ്, സ്പീച്ച് ഡിസോർഡേഴ്സ്, ഇതിൽ പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഭാഷാ വൈകല്യം, അതായത് ലാംഗ്വേജ് ഡിസോർഡർ, അത് നമ്മുടെ തലച്ചോറിനുള്ളിൽ ഭാഷയെ പ്രോസസ്സ് ചെയ്യുന്നതിലെ ഒരു പ്രശ്നമാണ്. തലച്ചോറിനുള്ളിൽ? അതെ.
അതായത് വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുക, നമ്മുടെ സിമാൻറ്റിക്സ് എന്നൊക്കെ പറയില്ലേ, പിന്നെ വ്യാകരണ നിയമങ്ങൾക്കനുസരിച്ച് ഈ സിൻഡാക്സ്, മോർഫോളജിയൊക്കെ ഉപയോഗിച്ച് വാചകങ്ങൾ ഉണ്ടാക്കുക, ആശയങ്ങളൊരു ചിട്ടപ്പെടുത്തുക, ഇതിനൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട്. അതാണ് ലാംഗ്വേജ് ഡിസോർഡർ. ഓഹോ, അപ്പോ ഈ സംസാര വൈകല്യം എന്ന് പറയുന്നത് എന്താണ്? സ്പീച്ച് ഡിസോർഡർ. സ്പീച്ച് ഡിസോർഡർ കുറച്ചുകൂടി ശാരീരികമാണെന്ന് പറയാം. ശാരീരികം. അതായത് ഭാഷ ചിലപ്പോൾ മനസ്സിലുണ്ടാവാം, ആശയങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടാവാം, പക്ഷെ അത് വ്യക്തമായി പുറത്തേക്ക് പറയാൻ, ആ ശബ്ദങ്ങളുണ്ടാക്കാൻ ആർട്ടിക്കുലേഷൻ എന്ന് പറയും. ആർട്ടിക്കുലേഷൻ. അല്ലെങ്കിൽ സംസാരത്തിന്റെ ഒരു ഒഴുക്ക്, ഫ്ലൂവൻസി, പിന്നെ ശബ്ദത്തിന്റെ ഒരു ഗാംഭീര്യം, വോയിസ്, ഇതിലൊക്കെ വരുന്ന പ്രശ്നങ്ങളാണ് ഈ സ്പീച്ച് ഡിസോർഡേഴ്സ്. ഓക്കെ. ലളിതമായി പറഞ്ഞാൽ ഒരാൾക്കൊരു വാചകം മനസ്സിൽ ചിട്ടപ്പെടുത്താനൊക്കെ അറിയാമായിരിക്കാം, പക്ഷേ ഇപ്പോൾ പാ എന്ന അക്ഷരം പറയുമ്പോൾ അത് ബാ എന്നായി പോവുക, അല്ലെങ്കിൽ വിക്കി സംസാരിക്കുക, അതൊക്കെ സംസാര വൈകല്യമാണ്. അത് വളരെ വ്യക്തമായി. അപ്പോ നിങ്ങളുടെ ഈ കുറിപ്പുകളിൽ പറയുന്ന ലാംഗ്വേജ് ഡിസോർഡേഴ്സ്, അതായത് ഭാഷാ വൈകല്യങ്ങളിലേക്ക് എട്ടുകടക്കാം. പലതരത്തിലുള്ളവ പറയുന്നുണ്ടല്ലോ. അഫാസിയ, പിന്നെ ഓട്ടിസം സംബന്ധമായ പ്രശ്നങ്ങൾ, പഠന വൈകല്യം, അങ്ങനെ. അതെ, നമുക്ക് ഓരോന്നായി നോക്കാം. ഇപ്പോ ഉദാഹരണത്തിന് അഫാസിയ എടുക്കാം. ശരി. ഇത് സാധാരണയായി തലച്ചോറിലെ ഭാഷ കൈകാര്യം ചെയ്യുന്ന ഭാഗങ്ങൾക്ക്, കൂടുതലും ഇടതുഭാഗത്തിനാണ്, ഒരു സ്ട്രോക്ക് കാരണമോ മറ്റോ എന്തെങ്കിലും ക്ഷതം സംഭവിക്കുമ്പോഴാണ് ഈ അഫാസിയ വരുന്നത്. സ്ട്രോക്ക് പോലെ. അതെ, നിങ്ങളുടെ നോട്ടുകളിൽ പറയുന്ന പോലെ ഇതിൽ തന്നെ ബ്രോക്കാസ് അഫേഷ്യ, വേർണിക്കേസ് അഫേഷ്യ എന്നൊക്കെ വ്യത്യാസങ്ങളുണ്ട്. എന്താണാവോ ആ വ്യത്യാസം? ബ്രോക്കാസ് അഫേഷ്യ ഉള്ളവർക്ക് വാക്കുകൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സംസാരം കുറച്ച് മുറിഞ്ഞായിരിക്കും. എന്നാലും മറ്റുള്ളവർ പറയുന്നത് ഒരു പരിധിവരെ അവർക്ക് മനസ്സിലാകും. ഓക്കെ. പക്ഷേ വെർണിക്കേസ് അഫേഷ്യ ഉള്ളവരുടെ പ്രശ്നം വേറെയാണ്. അവര് ചിലപ്പോ നന്നായി സംസാരിക്കും, നല്ല ഒഴുക്കുണ്ടാവും, പക്ഷെ പറയുന്നതിന് വലിയ അർത്ഥം കാണില്ല. മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലോ. ഉവ്. ഇനി ഓട്ടിസത്തിന്റെ കാര്യത്തില് എങ്ങനെയാണ് ഈ ഭാഷാപരമായ വെല്ലുവിളികൾ വരുന്നത്? നിങ്ങളുടെ കുറിപ്പുകളിൽ എക്കോലാലിയ എന്നൊരു വാക്ക് ഞാൻ കണ്ടു. അതെന്താണ്? ഓട്ടിസം ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണല്ലോ. അതെ. അപ്പോ സാമൂഹിക ഇടപെടലുകളിലും ഈ ആശയവിനിമയത്തിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായും കാണാം. ഭാഷയുടെ ഉപയോഗത്തിൽ പലതരം വെല്ലുവിളികൾ ഉണ്ടാകാം. ചില കുട്ടികൾക്ക് സംസാരം വൈകാം, ചിലപ്പോൾ തീരെ കുറവായിരിക്കാം. ശരി. ഈ എക്കോലാലിയ എന്നുവെച്ചാൽ കേട്ട വാക്കുകളോ വാചകങ്ങളോ അതേപടി ആവർത്തിക്കുന്ന ഒരു സ്വഭാവമാണ്. ആവർത്തിക്കുക. അതെ, ഇതെപ്പോഴും അർത്ഥമില്ലാത്ത ഒരു ആവർത്തനം ആകണമെന്നില്ല കേട്ടോ. ചിലപ്പോഴൊക്കെ അത് ആശയവിനിമയം നടത്താനുള്ള അവരുടെ ഒരു ശ്രമം കൂടിയാകാമെന്നും ചില പഠനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓഹോ, അങ്ങനെയുമുണ്ടോ? അതുപോലെ ഈ പഠന വൈകല്യങ്ങൾ, ലേണിംഗ് ഡിസബിലിറ്റീസും ഭാഷയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടല്ലോ, പ്രത്യേകിച്ചും ഈ ഡിസ്ലെക്സിയ. തീർച്ചയായും ലാംഗ്വേജ് ബേസ്ഡ് ലേണിംഗ് ഡിസബിലിറ്റീസ് എന്നാണ് നമ്മളിതിനെ പൊതുവെ പറയാറ്. ലാംഗ്വേജ് ബേസ്ഡ്. അതെ, വായന, എഴുത്ത്, സ്പെല്ലിംഗ്, ഇതിലൊക്കെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു കഴിവ് കാണിക്കാതെ വരിക, അതാണ് സംഭവം. ഇതിൽ വായനയിലുള്ള പ്രശ്നത്തിനാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് സാധാരണയായി പറയുന്നത്. ഓക്കെ. നിങ്ങളുടെ കുറിപ്പുകളിൽ എടുത്തു പറയുന്ന ഒരു പ്രധാന കാര്യം ഈ കുട്ടിക്കാലത്ത് കാണുന്ന സ്പെസിഫിക് ലാംഗ്വേജ് ഇമ്പയർമെന്റ്, അതായത് SLI. അതായത് വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ഭാഷാവികാസത്തിൽ മാത്രം ഒരു കാലതാമസം വരുന്നു. ഇങ്ങനെയുള്ള കുട്ടികളിൽ ഏകദേശം പകുതിയോളം പേർക്ക് പിന്നീട് ഡിസ്ലെക്സിയ പോലുള്ള വായനാ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോ ഇവ തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പോ SLIയും ഡിസ്ലെക്സിയയും തമ്മിലൊരു ലിങ്ക് ഉണ്ടാവാം. ഏകദേശം 50% സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഡെവലപ്മെന്റൽ ഫോണോളജിക്കൽ ഡിസോർഡേഴ്സ് എന്നൊന്നുണ്ട്. അതെന്താണ്? അത് കുട്ടികളിൽ വ്യക്തമായ സംസാരം, വായന, എഴുത്ത്, ഇതിനൊക്കെ ആവശ്യമായ ശബ്ദങ്ങൾ പഠിക്കാനും അതോർത്തെടുത്ത് ഉപയോഗിക്കാനുമുള്ള ബുദ്ധിമുട്ടാണ്. ശബ്ദങ്ങൾ പഠിക്കാനുള്ള ബുദ്ധിമുട്ട്. അതെ. പിന്നെ ഡെവലപ്മെന്റൽ ഡിസ്പ്രാക്സിയ, അത് ചലനങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നടപ്പാക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. അത് സംസാരത്തെയും ബാധിക്കാം, കാരണം സംസാരിക്കുമ്പോഴും ഒരുപാട് മസിലുകളുടെ കൃത്യമായ ഏകോപനം ആവശ്യമാണല്ലോ. ശരിയാണ്. അപ്പോ ഭാഷ തലച്ചോറിൽ രൂപപ്പെടുന്നതിലെയും അത് മനസ്സിലാക്കുന്നതിലെയും വെല്ലുവിളികളാണ് നമ്മൾ ഇതുവരെ കണ്ടത്, ലാംഗ്വേജ് ഡിസോർഡേഴ്സ്. ഇനി അത് പുറത്തേക്ക് വരുമ്പോൾ, അതായത് സംസാരത്തിൽ, സ്പീച്ചിൽ വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നോക്കാം. സ്പീച്ച് ഡിസോർഡേഴ്സ്. ശരിയാണ്. സംസാര വൈകല്യങ്ങളെ, സ്പീച്ച് ഡിസോർഡേഴ്സിനെ
പ്രധാനമായും 3ആയിട്ട് തിരിക്കാം എന്ന് നിങ്ങളുടെ നോട്ടുകളിൽ പറയുന്നുണ്ട്. 3ആയിട്ട്. ഒന്ന്, ഉച്ചാരണത്തിലുള്ള പ്രശ്നങ്ങൾ, ആർട്ടിക്കുലേഷൻ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ സ്പീച്ച് സൗണ്ട് ഡിസോർഡേഴ്സ് എന്ന് പറയും. ഓക്കെ. അതായത് ചില ശബ്ദങ്ങൾ, ഇപ്പം മലയാളത്തിൽ രാ, ഴ, സ, ഷ പോലുള്ളവയൊക്കെ അത് ശരിയായിട്ട് ഉച്ചരിക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ വാക്കിലെ ശബ്ദങ്ങളെ തെറ്റായ രീതിയിൽ ക്രമീകരിച്ച് പറയുക. ഇതൊക്കെ ആർട്ടിക്കുലേഷൻ ഡിസോർഡേഴ്സിൽ വരും. കുട്ടികളിൽ ഇത് കുറച്ചൊക്കെ സാധാരണമാണ്, പക്ഷെ ഒരു പ്രായം കഴിഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ ശ്രദ്ധിക്കണം. ശരി. രണ്ടാമത്തേത് സംസാരത്തിന്റെ ഒഴുക്കിലെ പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നു. ഫ്ലുവൻസി ഡിസോർഡേഴ്സ്, വിക്കൽ, സ്റ്റട്ടറിംഗ് പോലെ. അതെ, വിക്കല് ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. സംസാരത്തിന്റെ സാധാരണ വേഗതയിലോ താളത്തിലോ തടസ്സങ്ങൾ വരിക, ചിലപ്പോൾ ശബ്ദങ്ങൾ ആവർത്തിച്ചു പോവുക, അല്ലെങ്കിൽ സംസാരം അങ്ങ് ബ്ലോക്കായി പോവുക. ഇതെല്ലാം ഫ്ലുവൻസി ഡിസോർഡേഴ്സാണ്. ഓക്കെ. പിന്നെ മൂന്നാമത്തേത് ശബ്ദത്തിലെ വൈകല്യങ്ങൾ, വോയിസ് ഡിസോർഡേഴ്സ്. വോയിസ് ഡിസോർഡേഴ്സ്. ഇത് നമ്മുടെ സംസാരത്തിന്റെ ഉച്ചസ്ഥായി, പിച്ച്, അല്ലെങ്കിൽ ശബ്ദത്തിന്റെ ഒരു അളവ്, വോളിയം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണമേന്മ, ക്വാളിറ്റി, ഇതിലൊക്കെ വരുന്ന പ്രശ്നങ്ങളാണ്. ഉദാഹരണത്തിന് സ്ഥിരമായിട്ട് ഒച്ചയടഞ്ഞ പോലെ സംസാരിക്കുക, അല്ലെങ്കിൽ ശബ്ദം തീരെ നേർത്തുപോവുക, അല്ലെങ്കിൽ അമിതമായി നെയ്സലായിട്ട് സംസാരിക്കുക. ഇതൊക്കെ വോയിസ് ഡിസോർഡേഴ്സിൽപ്പെടാം. മനസ്സിലായി. അപ്പോ ഈ ഭാഷാ വൈകല്യവും സംസാര വൈകല്യവും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോ കൂടുതൽ വ്യക്തമായി. അതെ. ഒന്ന് തലച്ചോറിലെ ഭാഷാ പ്രോസസ്സിംഗുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മറ്റേത് ആ ഭാഷയെ ശബ്ദരൂപത്തിൽ പുറത്തെത്തിക്കുന്നതിലെ ഒരു ശാരീരികമായ വെല്ലുവിളികളാണ്. കൃത്യമാണ്. അതുതന്നെയാണ് പ്രധാന വ്യത്യാസം.